This channel does not promote or encourage any illegal activities. All contents provided by this channel is meant for educational purpose only. ഹലോ ചാമര വെൽക്കം യൂട്യൂബ് ചാനൽ നല്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകും. ഈ വേർഡ് ലിസ്റ്റ് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കുകൾക്ക് യൂസ് ചെയ്യുന്ന ഒരു ലിസ്റ്റ്, അതിനാണ് വേർഡ് ലിസ്റ്റ് എന്ന് പറയാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് നമ്പറിൻ്റെ കോമ്പിനേഷനോ അല്ലെങ്കിൽ ആ ഒരു ഡെസിമൽ ഫോം പോലെയാണ് ഇത് വരിക. ഇത് ഞാൻ സിമ്പിളായിട്ടൊരു ഇത് പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ 1, 2. അപ്പോൾ അതിൽ നിന്ന് എത്ര നമ്പർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ നമുക്കൊരു +1 പഠിക്കുമ്പോൾ നമുക്ക് പഠിപ്പിച്ചു തരും ഒരു 1 നിന്നും 2 നിന്നും എത്ര ആൽജിബ്രിക് ഫോം അങ്ങനെ എന്താണ്, അതിൽ നിന്ന് എത്ര ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ, അതിനാണ് വേർഡ് ലിസ്റ്റ് പറയാം. ഇപ്പോൾ 1, 2 എന്ന് പറയുമ്പോൾ നമുക്ക് 1, 1 1, 1, 2 2, 2, 1 3. പിന്നെ 1, 1 നമുക്ക് ഒരെണ്ണം കൂട്ടാം, 2, 2 ഒരെണ്ണം കൂട്ടാം. അങ്ങനെ ഒരു കോമ്പിനേഷൻ, അതിനാണ് വേർഡ് ലിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേർഡ് ലിസ്റ്റ് എങ്ങനെ ടെർമക്സ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ഇത് ഏതിലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കൂടി പറഞ്ഞുതരാം. SMH എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സോഷ്യൽ മീഡിയ ഹാക്കിംഗ് ടൂളിൽ നമുക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഇത് കുറേ ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാറുണ്ട്. അപ്പോൾ ഞാൻ ഇത് വലിച്ചു നീട്ടുന്നില്ല. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ടെർമക്സ് എടുക്കുക. ടെർമക്സ് എടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മുടെ വീഡിയോ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കും വേണ്ടിയിട്ട് ഞാൻ ഒരു ഇതിന് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ടെർമക്സ് ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെലിഗ്രാമിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ ഏതിൽ നിന്ന് വേണമെങ്കിലും ചെയ്യാം. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഉണ്ടോ എന്ന് അറിയില്ല. അത് നിങ്ങൾ ക്രോം വഴി വെച്ചിട്ടൊക്കെ ചെയ്തിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പാക്കേജ് അപ്ഡേറ്റ് ആൻഡ് അപ്ഗ്രേഡ് എന്ന് നിങ്ങൾ അടിക്കണം. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെർമക്സ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു പഴയ ഒരു ഓൾഡ് വേർഷൻ പോലെ തന്നെ ആയിരിക്കും അതിലുണ്ടാവുക. ഇത് നമ്മൾ ഒന്നുകൂടി അപ്ഗ്രേഡ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇതിലത്തെ കുറേ ടൂൾസ് നമുക്ക് ഇതൊക്കെ ആക്റ്റീവായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതൊന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒന്ന് ഇതായി കിട്ടും. ഇപ്പോൾ നമ്മുടെ നെറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളുകൊണ്ടാണ് കേട്ടോ അത് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഞാനത് ഓൾറെഡി കയറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അധികം ടൈം എടുക്കില്ല, പെട്ടെന്ന് ആയി കിട്ടും. ഓക്കെ, ഈ വീഡിയോ ഇല്ലീഗലായിട്ട് ചെയ്യാൻ നിൽക്കേണ്ടത് ഞാൻ പറയുന്നു. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈഫൈ പാസ്വേഡൊക്കെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഓക്കെ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കേജ് ഇൻസ്റ്റാൾ പൈത്തൺ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ അതും ഡൺ ആയിട്ടുണ്ട്. ഇനി പിപ്പ് ഇൻസ്റ്റാൾ വേർഡ് ലിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഡോട്ടൊന്നും അടിക്കണ്ട, ജസ്റ്റ് വേർഡ് ലിസ്റ്റ് അടിച്ചാൽ മതി. ഓക്കെ, ഇതും ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് ഞാനിതിൽ നിന്ന് എങ്ങനെയാണ് ഇതിൻ്റെ ആ ടൈപ്പ് ചെയ്യേണ്ട രീതിയൊക്കെ ഞങ്ങൾ ആദ്യം പറഞ്ഞു. വേർഡ് ലിസ്റ്റ് അടിക്കുക. വേർഡ് ലിസ്റ്റ് അടിക്കുമ്പോൾ അതിൽ നമുക്കിവിടെ കാണാം ഇതേ വേർഡ് ലിസ്റ്റ്. സ്മോൾ ലെറ്റർ എന്ന് പറയുന്നത് നമ്മൾ മിനിമം ഒരു നമ്പർ എത്ര മുതൽ മാക്സിമം എത്ര വരെ. എന്ന് പറയുന്നത് അതിൻ്റെ ഫയൽ ഏത് ഫോർമാറ്റിലാണോ നിങ്ങൾക്ക് ഇതിൽ കയറ്റിയിട്ടുണ്ട്. ഫോർമാറ്റിൽ എപ്പോഴും .txt എന്ന് അടിക്കണം. ടെക്സ്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ആ എത്ര നമ്പറൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ കാണിച്ചുതരാം. വേർഡ് ലിസ്റ്റ് സ്പേസ് ഇട്ടിട്ട് ഇതിടുക, എന്നിട്ട് സ്മോൾ ലെറ്റർ M. ഇപ്പോൾ നമുക്കൊരു നോർമൽ പാസ്വേഡൊക്കെ നമുക്കൊരു 6 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, വീണ്ടും സ്പേസ് ഇടുക. ഇത് ക്യാപിറ്റൽ M എത്ര വരെ, ഒരു 10, 12 വരെ. അപ്പോൾ ഞാൻ 10 ഇടാം. ഓക്കെ, വീണ്ടും ഇട്ടിട്ട് ഫയൽ നെയിം നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈക്ക് ഇട്ട് കൊടുക്കുക, വേണ്ട ഞാനേ ഫയലിൽ വേറെ തോന്നും. abc.txt ടൈപ്പ് ചെയ്തിട്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. നിങ്ങൾക്കതിൽ ABCD ഒക്കെ ആഡ് ചെയ്യാം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ നമ്പർ വെച്ചിട്ട് വരുന്ന ഓരോ ഡെസിമലിൽ വെച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആയി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ ABC ടെക്സ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മളൊരു ന്യൂ സെക്ഷൻ എടുത്തിട്ട്
ഡോട്ടൊന്നും അടിക്കണ്ട, ക്യാറ്റില്ല. ആദ്യം ക്യാറ്റ് അടിച്ച് വെറുതെ ക്യാറ്റ് അടിച്ചിട്ട് നമുക്ക് കാര്യമില്ല. ആദ്യം നമുക്ക് ഇതിൽ കയറിയിട്ടുണ്ടോ നോക്കട്ടെ. അപ്പോൾ എല്ലാം അടിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. വേണ്ട, ABC ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ABC ടെക്സ്റ്റ് ആദ്യം നിങ്ങൾ ക്യാറ്റ് സ്പേസ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റൺ ചെയ്യുന്നതാണ് കേട്ടോ. ഓരോ ഡെസിമൽ ഓരോ നമ്പറിൽ നിന്നും നമുക്ക് 6 മുതൽ സ്റ്റാർട്ട് ചെയ്യും. 6 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 10 വരെയുള്ള ആ ഒരു ഡെസിമൽ ഫോമാണ് ഇതിൽ വരുന്നത് കേട്ടോ. നിങ്ങളുടെ 38, 39, 30 ഇതൊക്കെ ഒരു ഡിജിറ്റ് വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. എനിവേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ശരി, ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് തരാം. ഇത് 7 ആവുന്നുണ്ടോ എന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ 89 ആയിട്ട് 91 വന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ഡിജിറ്റ് വന്നിട്ടുണ്ട് 0 to ഇതേ ഉണ്ടായി. ഇപ്പോൾ 7ാമത്തേത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഇതാണ് വേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. വേർഡ് ലിസ്റ്റ് നമ്മൾ കൂടുതലും ഈ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിന് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ശരി.